ജംഷീദ് പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 30 കഴിഞ്ഞവർ ഉറപ്പായും കഴിക്കേണ്ട 6 പച്ചക്കറികൾ. 30 കഴിഞ്ഞവർ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ തുടങ്ങേണ്ടത് പ്രധാനമാണ്. കാരണം എല്ലുകളുടെ ആരോഗ്യം കുറയാനും ദഹന പ്രശ്നങ്ങളും പ്രമേഹം, കൊളസ്ട്രോൾ പോലെയുള്ള ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത ഏറെയുള്ള സമയമാണ്. അതിനാൽ 30 കഴിഞ്ഞവർ ഉറപ്പായും കഴിക്കേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ചീര. പോഷകങ്ങൾ ധാരാളം അടങ്ങിയ ഇലക്കറിയാണ് ചീര. അയേൺ, ഫോളേറ്റ്, വിറ്റാമിൻ കെ, വിറ്റാമിൻ എ, നാരുകൾ തുടങ്ങി ശരീരത്തിന് ആവശ്യമായ നിരവധി പോഷകങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ചീരയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് വിളർച്ചയെ തടയാൻ സഹായിക്കും. ഇവയിലെ ഫോളേറ്റ് ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഗുണം ചെയ്യും. വിറ്റാമിൻ കെ, കാൽസ്യം തുടങ്ങിയവ അടങ്ങിയ ചീര ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. 2. ബ്രൊക്കോളി. കാൽസ്യത്തിന്റെ നല്ലൊരു ഉറവിടമാണ് ബ്രൊക്കോളി. അതിനാൽ 30 കഴിഞ്ഞവർ ബ്രൊക്കോളി കഴിക്കുന്നത് എല്ലുകൾക്ക് നല്ലതാണ്. ഫൈബർ, വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവയും ബ്രൊക്കോളിയിൽ അടങ്ങിയിരിക്കുന്നു. 3. ക്യാരറ്റ്. ബീറ്റാ കരോട്ടിൻ ധാരാളം അടങ്ങിയ ക്യാരറ്റ് 30 കഴിഞ്ഞവർ പതിവാക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ രോഗപ്രതിരോധശേഷി കൂട്ടാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. ഫൈബർ അടങ്ങിയ ക്യാരറ്റ് ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും. 4. തക്കാളി. തക്കാളിയിൽ അടങ്ങിയ ലൈക്കോപിൻ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. വിറ്റാമിൻ സിയും പൊട്ടാസ്യവും അടങ്ങിയ തക്കാളി രോഗപ്രതിരോധശേഷി കൂട്ടാനും ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും സഹായിക്കും. 5. ബെൽ പെപ്പർ. വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ബെൽ പെപ്പർ 30 കഴിഞ്ഞവർ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. കുത്ത്. മധുരക്കിഴങ്ങ്. വിറ്റാമിൻ എ, ബീറ്റാ കരോട്ടിൻ, നാരുകൾ തുടങ്ങിയവ അടങ്ങിയ മധുരക്കിഴങ്ങ് കണ്ണുകളുടെ ആരോഗ്യത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇവയിലെ പൊട്ടാസ്യം ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. നാരുകൾ ധാരാളം അടങ്ങിയ മധുരക്കിഴങ്ങ് ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഗുണം ചെയ്യും. ശ്രദ്ധിക്കുക, ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ആയിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷീദ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.